കമലേട്ട ഈ സ്കൂളല്ലേ ഇവിടെയല്ലേ മോഹൻലാൽ എത്തുകയും അദ്ദേഹം അല്ലേ ഈ സ്കൂൾ ഇറങ്ങി നോക്കി എന്ന് പറഞ്ഞത് അദ്ദേഹം എപ്പോഴും പോകുമ്പോൾ കാണുന്ന ഒരു സ്കൂളാണല്ലോ. ഇത് റീബിൽഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്. അതിപ്പോ എങ്ങനെയാണ് ഇനി ഇവിടെ അതിനൊരു സാധ്യതയാണോ അതോ ഇവിടെ സാധ്യത ഉണ്ടാവില്ല. കുട്ടികളും അല്ലെങ്കിൽ തന്നെ കുറവാണ്. ഇപ്പൊ 12 കുട്ടികളാണ് 4ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് LP സ്കൂളിൽ. അതിൽ 5 കുട്ടികൾ മിസ്സിംഗ് ആണ്. അത് ഇന്നലെ ടീച്ചർ പറഞ്ഞില്ലേ. അപ്പം ആ സ്കൂൾ ഇനിയിപ്പോ ഇവിടെ ഒരു ഇത് ഉണ്ടാവുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി ചൂരൽമലയങ്ങാൻ തുടങ്ങേണ്ടി വരും. നമ്മുടെ പട്ടാളത്തിന്റെ വാഹനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് കയറി പോകുന്നുണ്ട്. ഇത് ജിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അറിയുമായിരിക്കും. അതായത് നമുക്ക് ഈ മേഖലകളിൽ നിന്നും കിട്ടുന്ന കുറെ വിവരങ്ങൾ ഉണ്ടാവും, ഇവരുടെയൊക്കെ ഡോക്യുമെന്റ്സ് ഉണ്ടാവും. തകർന്നു പോയതോ ഭാഗികമായി തകർന്നതോ ആയ വീടുകളിൽ നിന്നോ ആ മണ്ണിനടിയിൽ നിന്നോ ഒക്കെ കിട്ടിയിട്ടുള്ളവയുണ്ടാവും. ഈ രേഖകൾ ശേഖരിച്ച് എങ്ങോട്ടെങ്കിലും മാറ്റുന്നുണ്ടോ? ആ രേഖകൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ക്യാമ്പിലൊക്കെ ഉള്ള ആർക്കെങ്കിലും ഒക്കെ അത് തിരികെ നൽകാനുള്ള ഒരു ശ്രമമോ അതൊക്കെ ഇനി ഉണ്ടാവുമോ? അതോ ഉണ്ട് മൂത്തി. കാരണം നമ്മൾ 2 ദിവസം മുമ്പ് ഈ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ ഒരു വിങ് ഇവിടെ ഒരു ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ ആധാർ ആകട്ടെ അല്ലെങ്കിൽ പാസ്പോർട്ട് അങ്ങനെ മുതലായ വോട്ടർ ID ഇതെല്ലാം അവർക്കൊരു യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ അവർക്ക് അതിന്റെ പകർപ്പുകൾ ലഭ്യമാക്കാൻ. അജയ്, ഇപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു തിരിച്ചൊക്കെ ആളുകൾ വന്നപ്പോൾ പലർക്കും കിട്ടിയ ചില ചിത്രങ്ങൾ അല്ലെങ്കിൽ ചില സർട്ടിഫിക്കറ്റുകളൊക്കെയാണ്. അപ്പോൾ അത് വില്ലേജിന്റെയോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ അതൊക്കെ ശേഖരിക്കാൻ അവർക്കൊരു അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള എന്തെങ്കിലും 100% അതെല്ലാം റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നല്ല പറയുന്നത്. അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും കിട്ടും. നഷ്ടപ്പെട്ടതെല്ലാം ഇപ്പോൾ പുത്തുമലയിലൊക്കെ എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടവർ പോലും പുനരധിവസിക്കപ്പെട്ടു. അവരെല്ലാം വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടി ഉള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് സന്നദ്ധ സംഘടനകളാണെങ്കിൽ പോലും സർക്കാർ നമ്മളെ മാതൃഭൂമിയുടെ ഭാഗത്തു നിന്നുള്ള സ്ഥലം എടുത്തു കൊടുക്കലും എല്ലാ സംഭവങ്ങളും നമ്മളതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും എല്ലാ സൗകര്യങ്ങളോടുകൂടെ സജ്ജീകരണത്തോടുകൂടെയുള്ള എല്ലാ ഇതും വരട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. മൂർത്തി അത് പറഞ്ഞ പോലെ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. കമലേട്ട, ഇവര് കുറെ ദിവസങ്ങളായിട്ട് ഇവിടെ ഉള്ള ആളുകളായിരിക്കും. നിങ്ങൾ എത്ര ദിവസം ഇവിടെ ഉണ്ട്? എവിടെ നിന്നുള്ള ആളുകളാണ്? ഞങ്ങള് മീനങ്ങാടി. നിങ്ങൾ ടീമായിട്ട് വന്നാണോ? ഞങ്ങൾ ഇറ്റാച്ചി ഓപ്പറേറ്റേഴ്സാണ്. ഞാൻ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി ചെയ്തത് നിങ്ങളാണ്. കാരണം മനുഷ്യരിങ്ങനെ തകർന്നു നടക്കുമ്പോൾ അവരുടെ മൃതദേഹങ്ങൾ തന്നെയല്ലേ നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് നേരത്തെ ഇതേപോലെ നിങ്ങളുടെ ഒരു ടീം ഇത്തരം ദുരന്ത ഇടത്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ? അതോ നിങ്ങളുടെ ഒരു മനസ്സിന്റെ ധൈര്യം കൊണ്ട് നിൽക്കുകയാണോ? ഞങ്ങള് മറ്റേ 1000 തെങ്ങില് മറ്റേ സുനാമി ഉണ്ടായില്ലേ, ആ സമയത്ത് ബാർജിൽ പോയി ഇത് എടുക്കാൻ പോയിട്ടുണ്ട്. 1000 തെങ്ങ് കൊല്ലം കരുനാഗപ്പള്ളി അവിടെ പോയിട്ടുണ്ട്. ഇപ്പൊ എത്ര ദിവസമായി ഇവിടെ? ഈ നിങ്ങൾക്ക് എന്താണ് നിങ്ങളൊരു എല്ലാവരും ഒരു മരവിച്ച അവസ്ഥയാണ്. നമ്മുടെ രക്ഷാപ്രവർത്തകരാണെങ്കിലും അല്ലേ? നമുക്ക് ഭയങ്കര തകർന്നൊരു അവസ്ഥ ഇപ്പൊ നിലവില്. കാരണം ഇതൊക്കെ കാണുമ്പോഴേ പൊതുവെ നമുക്ക് ഒന്നും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇതിന്റെ ഇടയിൽ നിങ്ങളിപ്പോ തിരയണതിന്റെ ഇടയിൽ ചിലപ്പോ ഈ നാട്ടുകാർ അവരുടെ വീടുള്ളവരൊക്കെ ചിലപ്പോൾ അടുത്ത് വന്ന് നിൽക്കുക അല്ലേ? കാരണം ഞങ്ങളുടെ വീടായിരുന്നു. അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പറയണ്ടായോ? മോള് പോയപ്പോ ഉണ്ടായിരുന്നു. അത് കരഞ്ഞോണ്ടാ പറയുന്നത് ഇങ്ങനെ ഇവിടെ ഉണ്ട് മെല്ലെ മാന്ത് അങ്ങനെ. നിങ്ങള് നമുക്കറിയാം പലപ്പോഴും ഈ മണ്ണുമാന്ത് യന്ത്രങ്ങളെ നമ്മളൊരു വില്ലന്മാരായിട്ടൊക്കെ ചിലപ്പോഴെങ്കിലും മണ്ണ് മാഫിയ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇവര് ഇവിടെ എത്തുന്നത് ഒരു ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന നിലയ്ക്കാണ് ആദ്യഘട്ടത്തിൽ. സാധാരണ ഇപ്പൊ നിങ്ങൾ അല്ലാത്തവരടുത്ത് ജോലി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ടെൻഷൻ ഇല്ല അല്ലെ? ഇപ്പൊ കല്ലെടുക്കുന്നു, മരെടുക്കുന്നു. പക്ഷെ ഇവിടെ മണ്ണ് മാന്താൻ ഈ ഇതിന്റെ കൈ ഇറക്കുമ്പോ മനുഷ്യനിലേക്കാണുള്ള ഫീൽ അല്ലേ? എങ്ങനെയാണ് നിങ്ങൾ ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നത്? എന്താ പറയാ, നമ്മളൊരു കൂട്ടത്തിലുള്ള ഒരാളാണെന്നുള്ളൊരു ഒരു ചിന്ത നമ്മളെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ അതിലോട്ട് ആയിപ്പോവും. വരുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, സത്യം പറയാറ് ഭയങ്കര ഒരു മാനസിക ഒരു വിഷമം തന്നെയായിരുന്നു. ഈ മേലോട്ടൊക്കെ കയറുമ്പോഴേ വല്ലാത്തൊരവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അവിടെ നിന്ന് മാന്താവെന്ന് ചോദിച്ചു. അപ്പോൾ അതിനെന്താ മാന്താന്ന് പറഞ്ഞു, മാന്തി. അതെല്ലാം കഴിഞ്ഞിട്ട് ചോദിച്ചു മാന്താന്ന് പറയുന്നത് സാധാരണ ഇതിലാണ് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഇതിന്റെ പല്ലുകൾ ഇറക്കാം. ഇവിടെ നമ്മളെ മനസ്സിലുള്ള വിഷമമാണ്. പിന്നെ എന്താണ് ഇപ്പം നമ്മൾ മാന്തുന്ന സമയത്ത് ചിലപ്പം ബോഡി ആയിരിക്കാം വരുന്നത്. എന്നാലും നമുക്ക് ആ ഒരു ഇത് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ പോന്നു. ബിനോയ്, അഖിൽ, ജോബി. ഇവര് മീനങ്ങാടിയിൽ നിന്ന് വന്ന ആളുകളാട്ടോ കേട്ടോ. അപ്പൊ അവര് പറഞ്ഞില്ലേ, നമ്മള് സിനിമയിലാണെങ്കിലും ഇപ്പൊ ചിലപ്പോൾ വാർത്തകളിലൊക്കെ മണ്ണ് മാഫിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ വില്ലൻ രൂപത്തിൽ ഈ യന്ത്രങ്ങൾ വരാറുണ്ട്. പക്ഷെ ഇവിടെ മനുഷ്യന്റെ ഏറ്റവും ദുരന്താവസ്ഥയിൽ അവർ തന്നെ പറഞ്ഞില്ലേ, ഇതിന്റെ പല്ലുകൾ ഈ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഒരു സഹജീവി ആയിരിക്കും അതിന്റെ അടിയിലെന്നൊരു വേദന കൊണ്ടുകൂടിയാണ് ഇവർ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തീർച്ചയായും ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ ഇവരൊക്കെ അതാണ് അവരുടെ ബാക്കി ജീവിത വഴികളെല്ലാം